ഹലോ SM ട്രാവൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സാധാരണയായി കാണുന്ന കൂട്ടത്തെ ട്രാവൽ വ്ളോഗൊന്നുമല്ല. ഇത് ഒരു അടിപൊളി സ്റ്റേയുടെ വീഡിയോ ആണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ ഒരിക്കൽ പോയി സ്റ്റേ ചെയ്ത ഒരു അടിപൊളി സ്റ്റേ, അതിൻ്റെ വിശേഷങ്ങളാണ്. അതിൻ്റെ കുറച്ച് വിഷ്വൽസും അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ടയ്ക്കടുത്ത് ഇടമറുക് മൂന്നിലവ് ഭാഗത്തായിട്ടാണ് ഫ്രാൻസിസ് റിവർ ഫ്രണ്ട് എന്നു പേരുള്ള ഈ നാലുകെട്ട് വരുന്നത്. പഴയ നാലുകെട്ടിൻ്റെ ആംബിയൻസിൽ പണിതിരിക്കുന്ന ഈ ഒരു കുളത്തിന് ചുറ്റുമുള്ള തെക്കിനി വടക്കിനി എന്നൊക്കെ പേര് നൽകിയിട്ടുള്ള കുറച്ച് റൂമുകളാണ് ഇവിടെ ഉള്ളത്. നഗരത്തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഒരുപാട് അകത്തേക്ക് കയറിയുള്ള ഒരു സ്റ്റേ ആയതുകൊണ്ട് തന്നെ വളരെ കാമായിട്ട് സമാധാനത്തോടു കൂടി വന്ന് സ്റ്റേ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റേ ആണ്. ഈ കാണുന്നൊരു ഫ്രണ്ട് വശം കണ്ടോ, ലോൺ ഏരിയ ആണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ നടത്താം, ചെറിയ ഫങ്ഷൻസൊക്കെ നടത്താം. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലൊരു ചെറിയ കുളമൊക്കെ ഉണ്ട്. ഇനി റൂമുകളിലേക്ക് വരികയാണെങ്കിൽ എല്ലാ റൂമും തന്നെ നല്ല സ്പേസുള്ള നല്ല വലിപ്പമുള്ള റൂമുകളാണ്. അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയാണ് മിക്ക റൂമുകളും. ആകെ 1-2 റൂം മാത്രം ബാത്റൂമുകൾ പുറത്ത് ആണ്, സെപ്പറേറ്റ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ AC അതുപോലെ തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാ റൂമിലും ഞങ്ങൾ സെലക്ട് ചെയ്ത റൂമുകളിലെല്ലാം തന്നെ AC ഉണ്ടായിരുന്നു. AC ഇല്ലാത്ത റൂമുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് ഇതിൻ്റെ ചുറ്റിനുമുള്ള ഒരു 3 സെക്ഷനിലായിട്ടാണ് കിട്ടിയത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പൂളാണ്. അടിപൊളിയായിരുന്നു. പൂളിൽ ഞങ്ങൾ ഇറങ്ങുന്ന സമയം നല്ല മഴയായിരുന്നു. പക്ഷേ ടെമ്പറേച്ചർ കൺട്രോളൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കുള്ളൊരു ചെറിയ കിഡ്സ് പൂളും സൈഡിലുണ്ട്. അപ്പോൾ ഈ പൂളിലൊക്കെ ഇറങ്ങി ചാടി ഈ മഴയത്തൊക്കെ രസിക്കാനൊക്കെ പറ്റുന്ന, നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ആരുടെയും ഒരു തടസ്സമില്ലാതെ അവിടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റേ ആണ്. ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലൂടെ കുറച്ച് പടവുകളുണ്ട്. ആ പടവുകൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നത് ഒരു റിവറിൻ്റെ അടുത്തേക്കാണ്. ഈ നദി ഈ സൈഡിലൂടെ ഒഴുകുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല ഫ്രാൻസിസ് റിവർ ഫ്രണ്ട് എന്ന പേര് വന്നത്. എന്നാലും പ്രകൃതിയോട് ഇണങ്ങി ഒരു സ്ഥിതി ചെയ്യുന്ന ഒരു സ്റ്റേക്കേഷനാണ്. നിങ്ങളൊക്കെ വന്ന് എന്തായാലും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. കണ്ടോ, ഇങ്ങനെ ഈ പടവ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു നദിയുണ്ട്. ഇവിടെ വന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം, കുറേ നേരം ആ വെള്ളത്തിലിറങ്ങി കളിക്കുകയൊക്കെ ചെയ്യാം. വേറെ ഒരു തിരക്കുകളുമില്ല. ആകെ കിളികളുടെയൊക്കെ സൗണ്ടുകൾ മാത്രം. ഞങ്ങളിവിടെ നിന്ന് രാവിലെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറകുവശത്തേക്ക് ഇങ്ങനെ തട്ടുകളായിട്ട് പുല്ല് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇറങ്ങി ചെല്ലുന്നത് ഒരു കൽമണ്ഡപത്തിൻ്റെ അടുത്തേക്കാണ്. ആ ഒരു കൽമണ്ഡപം അവിടെ പണിതിട്ടേക്കുന്ന, ശരിക്കും പറഞ്ഞാൽ നമുക്ക് വരുമ്പോഴത്തേക്കും കുറേ ഫോട്ടോ എടുക്കാനും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പേരുകൾ വരുന്നത് സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്ന ദിവസം അങ്ങനത്തെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ കൽമണ്ഡപത്തിൻ്റെ സൈഡിലൂടെ നമ്മൾ വീണ്ടും കുറച്ചും കൂടെ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വീണ്ടും അതേ നദി തന്നെ കറങ്ങി നമ്മുടെ ഈ സൈഡിലൂടെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങി നിന്ന് നമുക്ക് കുറച്ച് നേരം ഫോട്ടോ എടുക്കുക, വെള്ളത്തിലിറങ്ങുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ മർമല വാട്ടർഫോൾസും അതുകൊണ്ട് തന്നെ ഇല്ലിക്കക്കല്ലും ഒക്കെ വരുന്നത്. ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ ദൂരെ യാത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ടാണ് വരുന്നത്. അപ്പോൾ സ്റ്റേക്കേഷനായിട്ട് വരുന്നവർക്ക് അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇതിന് ആകെ ചിലവായത് 11,500 രൂപയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച് 10 പേർക്ക് വേണ്ടി. നിങ്ങൾക്ക് അല്ലാതെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ തരാം. നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ടും അവിടെ ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ കോൺടാക്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്തേക്കേ.